തെരുവ് വിളക്കിന്റെ കാലിൽ കുടുങ്ങിയ കാക്കയെ അഗ്നിശമന സേന എത്തി രക്ഷിച്ചതിന്റെ കാഴ്ചയാണ്. വൈറ്റില തൈക്കുടത്തുള്ള തെരുവ് വിളക്കിന്റെ കാലിലാണ് കാക്ക കുടുങ്ങിയത്. എറണാകുളം ഗാന്ധിനഗർ ഫയർ സ്റ്റേഷനിൽ ഇന്നൊരു അതിഥി എത്തിയിട്ടുണ്ട്. ഒരു കാക്കക്കുഞ്ഞാണ്. ഇന്ന് തൈക്കുടത്തുണ്ടായ ഒരു രക്ഷപ്പെടുത്തലിൽ അവർക്ക് വന്ന ഒരു കോളിൽ നിന്നും രക്ഷിച്ചെടുത്ത ഒരു കാക്കക്കുഞ്ഞിനെയാണ് ഇപ്പോൾ ഗാന്ധിനഗർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. സാറേ, എപ്പോഴായിരുന്നു നമുക്കൊരു കോള് വരുന്നത്? എന്തായിരുന്നു ആ സംഭവം? 10:30 ആയപ്പോഴാണ് കോള് വന്നത്. ഒരു കാക്ക കുടുങ്ങി കിടക്കുന്നു, സഹായം ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ നമ്മൾ ജീവനക്കാർ അവിടെ ചെല്ലുകയും ശ്രീ അഭിലാഷ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ലൈറ്റ് പോസ്റ്റായിരുന്നു, ആ ലൈറ്റ് പോസ്റ്റിൻ്റെ മുകളിലേക്ക് പെട്ടെന്ന് തന്നെ കയറി. അവിടെ കാക്കകൾ വട്ടോട്ട് പറഞ്ഞെങ്കിൽ അഭിലാഷിനെ ചെയ്തില്ല. കാരണം കാക്കൾക്ക് തന്നെ മനസ്സിലായി ഫയർഫോഴ്സാണ് സഹായിക്കാൻ എത്തിയിരിക്കുന്നതെന്ന്. അന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഉടനെ തന്നെ അത് ഇറക്കി അതിനെ പറപ്പിച്ച് വിടാനുള്ളൊരു ശ്രമം നടത്തിയപ്പോൾ അത് പറക്കുന്നില്ല. അതിൻ്റെ കാലിന് എന്തോ നീര് പോലെ തോന്നി. അപ്പോൾ അക്ഷിത കൂടെ ഉണ്ടായിരുന്നു. അക്ഷിത വേഗം കാക്കുഞ്ഞിനെ മേടിച്ച് അതിൻ്റെ ഉടൻ തന്നെ നമുക്ക് ആശുപത്രി കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ക്ലബ് റോഡ് രാമവർമ്മ ക്ലബിൻ്റെ അടുത്തുള്ള സർക്കാർ ഡിസ്പെൻസറിയിൽ കൊണ്ടുപോയി. അവർ കാല് പ്ലാസ്റ്റർ ഇട്ടു. അപ്പോൾ അക്ഷിത തന്നെ പറഞ്ഞു, ഞാനതിനെ സംരക്ഷിച്ചോളാം എന്ന് നമുക്ക് തിരിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് അനുവാദം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ആ കാക്കയെ രക്ഷിച്ച നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരു ഉദ്യോഗസ്ഥൻ അത് പോസ്റ്റിന് മുകളിലേക്ക് വലിഞ്ഞു കയറി രക്ഷിച്ച ശ്രീ അഭിലാഷാണ് ഇപ്പോൾ ചേരുന്നത്. ആ ഒരു നിമിഷം നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് കയറാനുള്ളൊരു തീരുമാനത്തിലെത്തുമായിരുന്നോ? ഞങ്ങളൊരു ക്രൂ ഒരു സ്പോട്ടിൽ ചെന്നാൽ ആ കോൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ഞങ്ങളൊന്ന് തമ്മിലാലോചിക്കും. ഞങ്ങളുടെ സീനിയറായിട്ടുള്ള SFR സാറാണ് ഞങ്ങളുടെ ഇന്നത്തെ ആ ക്രൂവിൻ്റെ ക്യാപ്റ്റൻ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ ലാഡർ 30 ഫീറ്റുള്ള ലാഡറാണ്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വെയിറ്റ് കൂടുതലാണ്. പിന്നെ ഇലക്ട്രിസിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് ടച്ച് ചെയ്ത് നോക്കി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, ചെയ്യാമെന്ന് പറഞ്ഞു. ചെയ്തു. സന്തോഷം തോന്നിയപ്പോൾ എടുത്ത്. ഏതായാലും ഒരു ജീവൻ വിലപ്പെട്ടതാണല്ലോ എന്തായാലും. സാധാരണ ഇങ്ങനെയുള്ള കോളുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ. അങ്ങനെ അതിനെ സംരക്ഷിക്കാൻ ഉള്ള ഒരു തോന്നൽ ജീവികൾക്ക് അറിയാമല്ലോ. ഇതിനു മുമ്പ് അങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് അങ്ങനെയുള്ള അവസരങ്ങൾ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഈ തണൽ മരത്തിൻ്റെ കൊമ്പിലൊക്കെ ഇങ്ങനെ കാക്കപ്പട്ടം പുറത്തിയിട്ട് അതിൽ കുടുങ്ങി കിടന്ന കോളുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നേരത്തെ കാക്കയെ രക്ഷിച്ചപ്പോൾ ഇവിടെ തന്നെ ഒരു ജീവനക്കാരി അക്ഷിതയാണ് അതിനെ ആശുപത്രി കൊണ്ടുപോകാനൊക്കെ മുൻകൈ എടുത്തത്. നേരത്തെ തന്നെ ഈ പക്ഷികളെയും കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളതാണോ? അതെ. ഞാൻ ചെറുപ്പത്തിലെ മുതൽ എനിക്കിങ്ങനെ വഴിയിലൊക്കെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇട്ടിട്ട് പോരാറില്ല. വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവരും. പരമാവധി സംരക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. ആരോഗ്യവാനാവുന്നത് വരെ ഇവിടെ തന്നെ നോക്കാനുള്ള തീരുമാനം. അതെ. ഇവിടെ നമ്മളെല്ലാവരും ഉണ്ടല്ലോ. ഇപ്പം ഞാൻ പോയാൽ അടുത്ത ആൾക്കാർ വരും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കി ഒരുവിധം ഓക്കെ ആയിട്ട് ഇതിനെ പറത്തി വിടാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആ കാക്ക ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുപോയി അതിന് വേണ്ട ചികിത്സ നൽകിയിട്ടുണ്ട്. ഇനി അത് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുമ്പോൾ അതിനെ തിരിച്ച് അതിൻ്റെ പഴയപടി അതിനെ പറത്തിവിടാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഗാന്ധിനഗർ ഫയർ സ്റ്റേഷനിലെ അംഗങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ജോയ്സിയാറിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. വിഷ്ണുപ്രകാശ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, കാക്കയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും മനുഷ്യനും ഒക്കെ അപകടമുണ്ടാകുമ്പോൾ ഇങ്ങനെ ഓടിയെത്തുന്നവരാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, അല്ലേ? ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാക്കയെ രക്ഷിച്ചു, അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സയും നൽകി എന്നുള്ളതാണ്. പ്ലാസ്റ്ററൊക്കെ ഇങ്ങനെ ഇട്ട ഒരു കാക്കയെ നമ്മൾ കാണുന്നതൊക്കെ ആദ്യമായിട്ടാണ്, അല്ലേ? ഓരോ ജീവനും എത്രത്തോളം വിലപ്പെട്ടതാണ് എന്നുള്ള ഒരു സന്ദേശം പകർന്നു നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നാം കണ്ടത്. ഓരോ ദിവസവും ഇത്തരത്തിലുള്ള ഈ ഫയർഫോഴ്സിൻ്റെ രക്ഷപ്പെടുത്തലുകളുടെ പല വാർത്തകളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലും നമ്മൾ കാണാറുണ്ട്. ഈ മൃഗങ്ങളും അതുപോലെയുള്ള പക്ഷികളൊക്കെ ഇങ്ങനെ അവർ രക്ഷിക്കുന്ന വാർത്തകൾ കാണാറുണ്ട്. അതുപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്നിപ്പോൾ തൈക്കുടത്തുണ്ടായിരുന്നത്. തൈക്കുടത്ത് ഒരു വൈദ്യുത പോസ്റ്റിൽ അകപ്പെട്ട കാക്കയെ രക്ഷിക്കുന്ന വീഡിയോയും അതിൻ്റെ വാർത്തയാണ് ഇപ്പോൾ നാം കണ്ടത്. ഇതിൽ അവർ പറയുന്നുണ്ട്, ഈ ഒരു കോള് 10:30 വന്ന് ഇവർ അവിടേക്ക് ചെല്ലുമ്പോൾ അവർ കരുതുന്നത് ഈ പട്ടത്തിൻ്റെ എല്ലാം നൂല് ചുറ്റി അങ്ങനെ കാക്കകൾ സാധാരണ ഈ നഗരഭാഗങ്ങളിലെല്ലാം കുടുങ്ങി കിടക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ സംഭവിച്ചൊരു അപകടമാകുമെന്നൊരു നിഗമനത്തിലായിരുന്നു അവിടേക്ക് ചെല്ലുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ഈ വൈദ്യുതി പോസ്റ്റിൻ്റെ ഇടയിൽ ഈ കാക്ക കുടുങ്ങി കിടക്കുന്നത് കണ്ടത്. അത് പറന്നവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ അത് കാല് കൂടുതൽ ആ ഒരു വിടവിൽ കുടുങ്ങി പോവുകയും അങ്ങനെ അറ്റുപോകുന്ന അല്ലെങ്കിൽ അത് വലിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയിലോട്ട് മാറി. അപ്പോൾ ഉടനെ തന്നെ അവർക്ക് അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ട ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. അപ്പോൾ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള
രാജേഷ് സാറ് ഉടനെ തന്നെ ഒരു നിർദ്ദേശം നൽകിയത് എത്രയും പെട്ടെന്ന്, ആ സമയത്തൊന്നും അവിടെ വലിയ തിരക്കോ ആൾക്കൂട്ടമോ ബഹളമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൂടുതൽ ആളുകൾ അറിഞ്ഞ് എത്തി ആ വലിയൊരു ഒരു കോലാഹലം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനെ എത്രയും പെട്ടെന്ന് കയറി രക്ഷിക്കണമെന്നൊരു നിർദ്ദേശം കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു വൈദ്യുതി പോസ്റ്റ് ആയതിനാൽ തന്നെ ലാഡർ ചാരി അതിൽ നിന്ന് കയറി അതിനെ രക്ഷിക്കൽ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അപ്പോൾ ഒരു അഭിലാഷ് എന്ന് പറയുന്ന ആ അഗ്നിരക്ഷാ സേനാംഗത്തിനോട് തന്നെ പറഞ്ഞ് അദ്ദേഹം അതിൽ വലിഞ്ഞു കയറി അതുപോലെ തന്നെ ഊർന്നിറങ്ങി ആ ഒരു കാക്ക കുഞ്ഞിനെ അവിടെ നിന്ന് രക്ഷിക്കുകയായിരുന്നു. ആ രക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ